ഇളക്കി കഴിഞ്ഞ് ഇതെല്ലാം കൂടെ കുഴഞ്ഞു പറയുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റായി മാറും. ഇത് എപ്പം നിർത്തുന്നോ, ഇതിന് അടിവശം കുടിച്ച് എപ്പം മതിയാവുന്നോ അപ്പം മണ്ടയിൽ നിന്ന് കുടിക്കണം. ഇച്ചിരി കുടിച്ചിട്ടേ നിർത്താവൂ. കാരണം ഇതിൻ്റെ മണ്ടയിലാണ് ഇതിൻ്റെ ആയുർവേദ കൂട്ടുകൾ മുഴുവൻ കിടക്കുന്നത്. ദഹനം കൃത്യമായി ഉണ്ടാകാനുള്ളതെല്ലാം ഞാൻ ഇതിൻ്റെ മണ്ടയിൽ ഇണക്കിയിട്ടുണ്ട്. ഒന്നും സംഭവിക്കില്ല, ധൈര്യമായി കുടി. 10-20 കൊല്ലം ഇന്ന് വരെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, എനിക്ക് പോലും. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ടയിൽ നമ്മുടെ 5000 രൂപയുടെ നാരങ്ങ വെള്ളം, 30,000 രൂപയുടെ നാരങ്ങ വെള്ളം, അതുപോലെ 3000 രൂപയുടെ നാരങ്ങ വെള്ളമൊക്കെ ഉള്ള നമ്മുടെ ചേട്ടനുണ്ട്. അതാണ് ഈ കാണുന്ന ചേട്ടൻ്റെ കടയിൽ നിൽക്കുവാണ്. ഇന്നിപ്പോൾ എനിക്ക് 60 രൂപയുടെ ഒരു സുഗുണം കൂട്ട് നാരങ്ങ വെള്ളം തരുകയാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ ആരാണ് സുഗുണനാവുന്നത് നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. എന്തായാലും ഇതാണ് സുഗുണം കൂട്ട്. ഇത് ഫുള്ളായിട്ട് കുടിച്ച് തീർക്കാൻ പറ്റത്തില്ല, ഉറപ്പാ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് സുഗുണം കൂട്ട്. 60 രൂപയുടെ വെള്ളമാണ്. നമുക്ക് ഇത്രയും കുടിച്ചു തീർക്കാൻ പറ്റുന്ന 5000 രൂപയുടെയും 3000 രൂപയുടെയൊക്കെ നാരങ്ങ വെള്ളമുള്ള ചേട്ടൻ്റെ കട ഇവിടെ നമ്മുടെ പഴയ സ്ഥലത്ത് നിന്നൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യാത്രയിൽ വീണ്ടും ചേട്ടനെ കണ്ടുമുട്ടി. അപ്പോൾ ചേട്ടോ, ഇനി എന്തുവാ? നമസ്കാരം. നമ്മുടെ പഴയ സ്ഥലത്ത് നിന്ന് മാറിയോ? പഴയ സ്ഥലത്ത് നിന്ന് ഓടിച്ചോ? അതെ, ഞാൻ പുറമ്പോക്ക് കയ്യേറി. ഇവിടെ നിന്ന് ഓടിക്കുവോ? മിക്കവാറും. ഇവിടെ ഇപ്പം ഉള്ള കടക്കാർ മുഴുവൻ വഴക്കാതാ. ചെറിയ ചെറിയ കടക്കാരുണ്ട് എന്നെ പോലെ. ഓട്ടോമാറ്റിക് ഒരാളോടെ വരുമ്പോ അത്രയും കച്ചവടം അവർക്ക് കുറയും. അത് തന്നെ പ്രശ്നം. ആള് വരുന്നതനുസരിച്ച് കച്ചവടം കൂടുകയും കമ്പോളം വളരുമല്ലേ ചെയ്യുന്നേ. അവിടുത്തെ കച്ചവടം കുറഞ്ഞാണ് ഇവിടെ ആള് കൂടിയിട്ടുണ്ട്. ഇതൊന്നും കള്ളം പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അവരുടെ കച്ചവടം കുറഞ്ഞപ്പോൾ അവരതിന് പ്രതികരിക്കാൻ തുടങ്ങി. ചേട്ടാ, നമ്മുടെ 5000-ന്റെ നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടോ? 5000-ന്റെ നാരങ്ങ വെള്ളം ഞാൻ വിറ്റായിരുന്നു. ഞാൻ നിങ്ങളെയൊക്കെ വിളിക്കുകയും ചെയ്തായിരുന്നല്ലോ. താങ്കളെ വിളിച്ചു കിട്ടിയിട്ടില്ല. 6 പേരെ വിളിച്ചു. ദൈവാചനം കൊണ്ട് 6 പേരും വന്നില്ല. ഞാൻ എന്റെ കുടിച്ചോ? അല്ല, ഞാനെടുത്ത് വീഡിയോ എടുത്തായിരുന്നു. ഞാനല്ലോ വേറെ ആളൊന്ന് കുടിക്കുവേ. ഇപ്പൊ നമുക്ക് ഏതാ ഒഴിക്കുന്നേ? സുഗുണൻ കൂട്ട് നാരങ്ങ. ഇതൊക്കെ നമ്മുടെ ഫോളോവേഴ്സ് പറയുന്ന പേരുകൾ. അപ്പം അവരോട് പറയും തീർച്ചയായിട്ടും അടുത്ത തവണ ഇത് അവതരിപ്പിക്കുമെന്ന് പറയും. ഇതിനൊരു 3-4 ടേസ്റ്റുകളുണ്ട്. നാച്ചുറൽ ടേസ്റ്റുകൾ, അല്ലാതെ നമ്മള് മറ്റുടായ്പൊന്നും കാണിക്കത്തില്ല. അപ്പൊ നമുക്ക് എടുത്ത് കൊള്ളാമെന്ന്. ആദ്യമായിട്ട് നിങ്ങളാ കുടിക്കുന്നത്. ഞാൻ കുടിച്ചിട്ടുണ്ട്. വേറെ ആളോട് കുടിച്ചിട്ട് എന്റെ അഭിപ്രായം പറയണ്ടേ. ഈ സുഗുണം കൂട്ടിന് എത്ര രൂപയാ? സുഗുണം കൂട്ട് ഇപ്പൊ ഒരു 60 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും. 50 രൂപയുടെ നമ്മുടെ കുളിർക്കൂട്ടുണ്ട്, അതിന്റെ തൊട്ട് മേലുള്ള സാധനം. 60 രൂപയുടെ സുഗുണം കൂട്ട് നാരങ്ങ വെള്ളം. അതെ. അത് പൊളിക്കുവോ? നോക്കാമല്ലോ, എന്തായാലും നമുക്ക്. അതിന് എരിവും ഒക്കെ വരും കേട്ടോ. ചിലപ്പോ കയ്പും ഒക്കെ കയറി വരും. കയ്പും എല്ലാം ഉണ്ടോ? പല ടേസ്റ്റുകളൊക്കെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരും. സുഗുണ ഓടേണ്ട വരുമോ? എന്തായാലും കുടിച്ചിട്ട് നിങ്ങൾക്ക് സത്യാന്തമായിട്ട് പറയല്ലേ എന്നാ അതിന്റെ അവസ്ഥ. വലിയ ഗ്ലാസ് അല്ലേ? ഈ ഗ്ലാസ്സിനകത്ത് കുടിച്ചു കഴിഞ്ഞാൽ കുളിക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ. അത് ഇത് 740 മില്ലിയാണ്. 740 മില്ലി. അപ്പൊ കുളിക്കാനുള്ള വെള്ളം ഉണ്ട് അത്യാവശ്യം. അതായത് നമ്മളൊരു സാധനം കൊടുത്താലേ വയറും മനസ്സും നിറഞ്ഞു പോകും. പണ്ടേ നമ്മുടെ ക്ലാസ്സിൽ നിന്നാണ്. നിങ്ങളൊക്കെ വന്ന് എടുക്കുമ്പോഴേ ഈ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ് തന്നെ അല്ലേ? പിന്നെ അതിന്റെ ചെറിയ ഗ്ലാസ് ഇതാ. ഇത് വലിയ ഇത് 600 മില്ലി. അങ്ങനെ നമ്മുടെ സുഗുണം കൂട്ട് നാരങ്ങ വെള്ളം എടുക്കുകയാണ്. അതിന്റെ നെല്ലിക്ക് ഈ 60 രൂപ വരെയുള്ള നാരങ്ങ വെള്ളങ്ങള് നമ്മള് ഇതുപോലെ വെള്ളം പല ടേസ്റ്റുകളുമായിട്ട് കൊടുക്കും. 60 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാരങ്ങ വെള്ളങ്ങൾ പിന്നെയും കുടിക്കുകയോ എല്ലാം ചെയ്യുന്ന മോഡൽ. എല്ലാം കുടിക്കാം. 4-5 ഘട്ടങ്ങളായിട്ട് നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കി. അതിലെ ഫസ്റ്റ് ഘട്ടമാണ് ഈ 60 രൂപ വരെ. 60 രൂപയുടെ ഇതിനകത്ത് എത്ര ഐറ്റങ്ങൾ ചേർക്കുന്നുണ്ട് ഇതിനകത്ത്? കണ്ടോ, വീഡിയോ എടുക്കുമല്ലേ, അതിനേക്കാൾ വലിയ സാക്ഷ്യമുണ്ടോ? അതാ. അതിനകത്ത് ഇപ്പം നിലവിൽ എരിവൊന്നും വരത്തില്ല. ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നൊരു എരിവൊക്കെ മാറിയും തിരിഞ്ഞും ഒക്കെ വരും ഓരോ സാധനത്തിൽ. ഇത് നമ്മുടെ കുളിർക്കൂട്ടിന്റെ ചേട്ടനാ. കുളിര് വരുന്നൊരു കൂട്ടുണ്ടായിരുന്നില്ല ഇതിന് മുമ്പ് എനിക്ക്. അതിന്റെ ചേട്ടനാ. അതിനേക്കാൾ ഒരു 10,000-ന്റെ അടിക്കണ്ടേ? നമ്മള് 30,000-ന് നാരങ്ങാവെള്ളം ഇറക്കണം എന്ന് പറഞ്ഞല്ലേ. ശിലാജിത്തിനകത്ത് നമ്മൾ 30,000 രൂപയുടെ നാരങ്ങാവെള്ളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ശിലാജിത്തിനെ കുറിച്ച് അറിയാലോ. എന്നിട്ട് അതിനകത്ത് 30,000 ഇതുവരെ അതിനെ കുറിച്ച് നമ്മൾ പരസ്യം ചെയ്ത ആദ്യ വീഡിയോ ആയിരുന്നു. ഇതിന് മുമ്പ് ഒരിക്കൽ നമ്മള് മറ്റേ ചിത്രയുടെ ചാനലുണ്ടല്ലോ, എന്തായിരുന്നു അതിന്റെ പേര് മറന്നുപോയി. ഈ 30,000 രൂപയുടെ വെള്ളം കൊടുക്കാൻ ആരെങ്കിലും കുടിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷ. ഇതുപോലല്ല നമ്മളത് 3,000-5,000 ഒക്കെ വിറ്റ്. അന്നും എല്ലാരും കുടിക്കുവോ എന്ന് ചോദിച്ചു അവസാനം വന്നു. നമ്മളത് വിറ്റു. ഈ വേക്ക് ഒരാൾ വരും, ഉറപ്പാ. ഒരാൾ വരും, ജീവിതത്തിൽ ഒരാൾ വരും. ആ ഒരാൾ വന്നാൽ മതി. ആ ഒരെണ്ണം വിറ്റാൽ മതി. എനിക്ക് ഒരാൾ വരും, വന്നിരിക്കും.
അന്നും ഞാൻ ഇതുപോലെ വീഡിയോ ആയി പറഞ്ഞു തീർച്ചയായിട്ടും നമ്മൾ ഈ ആടക്കടയിൽ അത് വിൽക്കും. അവസാനം നമ്മൾ വിറ്റിട്ട് വീണ്ടും തന്നെ ട്രോളി കൊണ്ട് ആ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ 5000 രൂപയുടെ നാരങ്ങാവെള്ളം നിങ്ങളുടെ ചാനലിലൂടെ ആദ്യമായിട്ട് അത് വൈറലാവുന്ന കർമ്മ ന്യൂസുകാർ എന്നെ ട്രോളിക്കൊണ്ട് വീഡിയോ എല്ലാവരും എടുത്തിട്ട് ആവശ്യമില്ലാതെ ഒത്തിരി ട്രോളറി. അവസാനം ആ ട്രോളുകാർക്കല്ല 8ന്റെ ട്രോള് ഞാൻ കൊടുത്തു. സൂണൻകുട്ടി ശാന്തമായിട്ട് അടിക്കണമെന്ന്. ഫസ്റ്റ് പടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇതല്ല ചിത്രപ്പണികൾ മൊത്തം. ചിത്രപ്പണികൾ ഒരുപാടുണ്ട്. ഇതിനകത്ത് നമ്മൾ ബീട്രൂട്ടിന്റെ ഒരു കളറാണ് ചേർക്കാൻ ഏറ്റവും അടിയിൽ ബീട്രൂട്ട്. എന്നിട്ട് അതിനടിയിൽ തന്നെ അതിന്റെ തൊട്ട് മേളിൽ മേളിൽ താഴോട്ട് അടുത്ത ഒരു ടേസ്റ്റ് കൂടെ വരും. ആ ടേസ്റ്റ് കൊക്കക്കോളയുടെ ടേസ്റ്റ്, ഒറിജിനൽ കൊക്കക്കോള അല്ല കേട്ടോ. അങ്ങനെ ഒരു ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കാം. കൊക്കക്കോളയായിട്ട് വ്യത്യാസമുണ്ടോ, ഒറിജിനൽ ആ ടേസ്റ്റ് അല്ല. ഇതിപ്പോൾ ഇതിനടിയിൽ നമ്മൾ ബീട്രൂട്ട് ചെയ്തു കേട്ടോ, ചില കട്ടിക്ക് ചെയ്തു. നമ്മൾ ഈ കളർ അങ്ങ് മാറ്റാൻ പോകും. ഇനി അതിന് നല്ല രക്തവർണ്ണമാണ്. ഇതിപ്പോൾ പിങ്ക് ആണല്ലോ, അതിനെ അങ്ങ് ചോപ്പിക്കുക. ഈ കളറായി. അതിൽ പച്ചമഞ്ഞൾ വരും, അതുകൊണ്ട് ആ കളർ മാറി പെട്ടെന്ന്. അതിൽ മഞ്ഞൾ ചേർന്നപ്പോൾ ഇതിൽ മഞ്ഞൾ മാത്രമല്ല, ഇതിനകത്ത് കച്ചവലമുണ്ട്. ഒരു കൂട്ട ഏകദേശം 13ഓളം ഐറ്റങ്ങൾ ചേരുന്നൊരു കൂട്ട. അതിൽ നമ്മൾ കളർ കൊടുക്കുന്ന പച്ചമഞ്ഞൾ ഇട്ട. അപ്പോൾ നമ്മൾ പച്ചമഞ്ഞൾ കറിക്ക് പോലും സത്യം പറഞ്ഞാൽ ഉപയോഗിക്കുന്നില്ല. മഞ്ഞപ്പൊടി അതെല്ലാം എസൻസ് ഊറ്റിയിട്ട് അതിൻ്റെ ചണ്ടി എടുത്ത് പൊടിച്ചു വരുന്നതാണ്. മനുഷ്യന് അസുഖം കൂടുതലിൻ്റെ മെയിൻ കാര്യം അത് തന്നെ. എല്ലാ കറിക്കും ഉപയോഗിക്കുന്ന സാധനമാണ് മഞ്ഞൾ. സത്യാന്തമായിട്ട് പറഞ്ഞാൽ ആരും പച്ചമഞ്ഞൾ ഉപയോഗിക്കുന്നില്ല. പച്ചമഞ്ഞൾ കൂട്ടി കറി വെക്കാൻ പറയാം ആദ്യം എല്ലാവരും. അപ്പോൾ പകുതി അസുഖങ്ങൾ പറയും എല്ലാവരും. ഇത് പച്ചമഞ്ഞൾ, ഇത് ഒറിജിനൽ പച്ചമഞ്ഞൾ. പച്ചമഞ്ഞൾ മാത്രമല്ല, അതിന് കൂടെ വേറെ ഒരുപാട് സാധനമുണ്ട് കളറിന് വേണ്ടി. അതായത് നമ്മുടെ ഈ ഇലക്ട്രിക് ആസിഡിൻ്റെ കൂടെ മഞ്ഞളിൻ്റെ കുർക്കുമയും ചേരുമ്പോൾ ഒരു നല്ല, അതിൻ്റെ കൂടെ തേനൊക്കെ കയറുമ്പോൾ ഒരു നല്ല ഔഷധക്കൂട്ടായി മാറും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. ഇതിനകത്ത് തന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ അങ്ങാടി തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനിതൊരു രഹസ്യ കൂട്ടായതുകൊണ്ടാണ് വിളിച്ചു പോകാത്തത്. ഒരുപാട് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാതെ പറഞ്ഞു പോകും. ഗ്രീൻ ടീ ഇല്ലേ, ഗ്രീൻ ടീ, ഇത് നമ്മുടെ ടാറ്റയുടെ കണ്ണൻ ദേവൻ തേയിലയുടെ ഗ്രീൻ ടീ. ഇത് ഞാൻ ഒരു ഫ്ലേവറിന് വേണ്ടി ഒഴിക്കുക, മനസ്സിലായി? ഇത് നല്ലതാണ്. ഇത് ഉപയോഗിച്ച് സാധാ നാരങ്ങ വെള്ളം ഉപയോഗിക്കാൻ കൊള്ളാം. ഇത് അവർ എനിക്ക് കൊണ്ടുവന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനം. ഇതെല്ലാം ആകെ ബടക്ക് സാധനമാണ്. ഇതൊക്കെ കറക്റ്റ് ബാലൻസ് ഒഴിച്ചില്ലെങ്കിൽ ഒഴിക്കുന്നതിൻ്റെ കാര്യം കട്ട പുകയാ, തോന്നുന്ന പോലെയൊക്കെ തോന്നും. അത് കുടിച്ച് വരുമ്പോൾ അതിനടി വേറൊരു ടേസ്റ്റ്. ഞാൻ ഇതിൻ്റെ ഡെൻസിറ്റി ഒന്ന് കുറയ്ക്കുക. ഇതിനെ വേറൊരു കളറാക്കി. ഇതെല്ലാം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഇത് കുടിക്കുന്നതുകൊണ്ട് യാതൊന്നും സംഭവിക്കില്ല. ഇതിന്റെ ഏറ്റവും മുകളിൽ ഒരു സാധനം ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കണ്ടായിരുന്നോ? കൃത്യമായ ദഹനം നടക്കാനുള്ളതെല്ലാം അതിനകത്തുണ്ട്. ഉണ്ട്. ആ, തുളുമ്പാറായി. ഇതിവിടെ താങ്ങുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല, നോക്കാം. തുളുമ്പി. ഇതിപ്പോൾ ഇതിനകത്ത് 4 ടേസ്റ്റ് വരും, മനസ്സിലായോ? ഇത് ഒരാൾ കുടിച്ചെങ്കിൽ ഈ ടേസ്റ്റ് അറിയത്തും. ശരിക്കും നല്ല ഗുണമുള്ള ആളാണ് സുഗുണൻ. കഴിഞ്ഞോ? പക്ഷെ ഇത് ഒരാൾക്ക് ഒറ്റയ്ക്ക് കുടിച്ചു തീർക്കാൻ പറ്റില്ല. അതിനെന്ത് നമ്മൾ ചെയ്യും? ഏറ്റവും അടിയുള്ള ടേസ്റ്റ്. അത് കഴിയുമ്പോൾ ഓരോന്ന് ഇങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പോൾ ഇതാണ് 60 രൂപയുടെ സുഗുണൻകൂട്ട് നാരങ്ങ വെള്ളം. ഇതിൻ്റെ കളർ കണ്ടോ? ഇതിനകത്ത് ചേർത്തിരിക്കുന്ന പറഞ്ഞാൽ ബീട്രൂട്ട്, മഞ്ഞൾ, അതുപോലെ ഒരുപാട് അങ്ങാടി മരുന്നുകളെല്ലാം കൂടെ ചേർത്തുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഇത് ഒരെണ്ണം കുടിച്ചേർക്കണമെങ്കിൽ 2 പേര് വേണം.
2 പേരുണ്ടെങ്കിലോ ഇത്രയും കുടിച്ച്. ഈ ഒരു ഗ്ലാസ് ഫുള്ളില് 60 രൂപ. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ പത്തനംതിട്ടയിൽ നിന്ന് വരുമ്പോൾ മൈലപ്ര പഞ്ചായത്ത് വഴി കഴിഞ്ഞ് തയ്യൽപ്പടി, മൈലപ്ര മൈലപ്ര ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ. ഇവിടുന്ന് അതായത് റാന്നി റൂട്ട്, റാന്നി മണ്ണാറക്കുളഞ്ഞി വടശ്ശേരിക്കര മൈലപ്ര റൂട്ട്. ഇനിയും റാന്നിയിൽ നിന്ന് വരുമ്പോൾ മണ്ണാറക്കുളഞ്ഞി കഴിഞ്ഞ് മണ്ണാറക്കുളഞ്ഞി ചന്ത കഴിഞ്ഞ് തയ്യൽപ്പടി പത്തനംതിട്ടയ്ക്ക് പോകുന്ന റൂട്ട്.